കേട്ടാൽ ഒരുപാട് നീണ്ടുപോകും. വ്യക്തിപരമായി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. നിങ്ങൾക്കറിയാവുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ പലരും വിചാരിക്കുന്ന പോലെ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് MT രമേശ് എന്തെങ്കിലും പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ രാജേഷ് എന്തെങ്കിലും പറയുമ്പോഴേക്ക്, PS പറയുമ്പോഴേക്ക് ഉടനെ ഒരു മറുപടി പറഞ്ഞ് തൽക്കാലം പിന്നെ മുഴുവൻ തീർക്കാൻ കഴിയില്ല. അങ്ങനത്തെ എന്തോ ഒരു സാധനം എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും. തീർത്തും തെറ്റാണ്. ഞാൻ നിലവിലുള്ളതായ ഏതെങ്കിലും ഒരു മുസ്ലിം സാമുദായിക സംഘടനയിലോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ ഒന്നിനും അംഗമല്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മാധ്യമ ദിനപത്രത്തിന്റെ ഒരു അസോസിയേറ്റ് ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് പോകുന്നത് മുതൽക്കുള്ള എല്ലാ കഥകളും PS എന്നേക്കാൾ നന്നായിട്ട് അറിയാം. അപ്പൊ അതില് ആ സംഭവത്തിലുള്ളത് എന്നെ പുറത്താക്കുമ്പോൾ എനിക്ക് തന്ന നോട്ടീസ് ഒന്ന്, ബാബരി മസ്ജിദ് ഭൂരിപക്ഷ സമുദായത്തിന്, ബാബരി മസ്ജിദ് നിന്ന സ്ഥലം ഭൂരിപക്ഷ സമുദായത്തിന് വിട്ടുകൊടുക്കണമെന്ന് എഴുതിയതായ മലയാളത്തിലെ ഒരേ ഒരു എഴുത്തുകാരനാണ് ഞാൻ. കാരണം ബാബരി മസ്ജിദ് പൊളിക്കണമെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നില്ല. അത് പൊളിക്കരുത് എന്ന് ശക്തമായി പറയാവുന്ന അറിയാവുന്ന ഭാഷയിലും ശൈലിയിലും എഴുതിയവനാണ്. പക്ഷേ ഒരു വിഭാഗം അങ്ങനെ വിശ്വസിക്കുന്നു. ആ സ്ഥലത്ത് അത് അവർക്ക് വിശുദ്ധമാണ്, ശ്രീരാമന്റെ ജന്മസ്ഥലമോ മറ്റോ ആണ്. ചരിത്രപരമായ രേഖകളിൽ പക്ഷെ അനുകൂലമായില്ല, എന്തോ ആവട്ടെ. അതിന്റെ ആഴത്തിലേക്കല്ല ഞാൻ പോകുന്നത്. അവിടെ ഖനനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആ സ്ഥലത്ത് തന്നെ ഒരു പള്ളി വേണം എന്ന നിർബന്ധിക്കുന്ന ഒരു ഘടകവും ഇസ്ലാമിലില്ല. ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യടി പ്രതീക്ഷിച്ചുകൊണ്ടോ അതിന് ഞാൻ ബാക്കിയുള്ള ജീവിതം മുഴുവൻ ശ്രമിച്ചാലും എനിക്ക് നേടാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ സ്ഥലം ഒരു ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ, അതിൽ തുടർന്നുള്ളതായ ഭൂമിയാണെങ്കിൽ അവിടെ തന്നെ ആവണമെന്ന യാതൊരു നിർബന്ധം നമ്മൾ പുലർത്താൻ പാടില്ല. മറ്റൊരു വിഭാഗം വലിയ തോതിൽ അത് വിശ്വസിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് ശ്രീരാമന്റെ ജന്മഭൂമിയും മറ്റുമാണ് എങ്കിൽ അതങ്ങ് വിട്ടുകൊടുത്താൽ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ അവിടെ ഇസ്ലാമിക രീതിയിലുള്ള ഒരു ആരാധനയും നടക്കുന്നില്ല. എന്നിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്ത് സംഭവിക്കുന്നു? ഞാൻ നേരത്തെ നമ്മൾ ചേച്ചിയോട് പറഞ്ഞ മാതിരി നമ്മൾ മരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് നിസ്കരിച്ചു വന്നില്ല എന്നോട് ചോദിക്കില്ല, ഉറപ്പാ. മറ്റുള്ളവർക്കോ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. അന്ന് ഞാനൊരു മുഖപ്രസംഗം എഴുതി മാധ്യമ ദിനപത്രത്തിൽ. ഞാൻ എഴുതി, ഈ സ്ഥലം ബന്ധപ്പെട്ട ഭൂരിപക്ഷ സമുദായം അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അത് അവർക്ക് വിട്ടുകൊടുക്കുക. പകരമായിട്ട് പല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിനപ്പുറത്ത് അവരുടെ ആ ഏരിയയിൽ നിന്ന്, നമ്മളെ റേഞ്ചിൽ നിന്ന് അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഒരു സാംസ്കാരിക കേന്ദ്രം, ഗ്രഹം, അതുപോലെ പള്ളി അടക്കം വളരെ ആധുനികമായ രീതിയിൽ. ഇതിലാണെങ്കിൽ അത്രയധികം ആളുകളൊന്നും പ്രാർത്ഥനയ്ക്ക് പോകാറില്ല. നമ്മൾ പ്രസംഗത്തിൽ എല്ലായിടത്തും ഞങ്ങൾ പറയില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു സാംസ്കാരിക ഗേഹത്തിന് പകരമായിക്കൊണ്ട് ആ സ്ഥലം വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ നടപടിക്ക് വിധേയമാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. സ്വന്തത്തെ വാഴ്ത്തി പറയുകയല്ല, നിലപാട് വിശദീകരിക്കാനും. രണ്ടാമത്, നാദാപുരത്ത് കലാപം നടന്നപ്പോൾ അക്കാര്യത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു